ഈ ശക്തിക്ക് this power, വേദപുസ്തകത്തിൽ പറയുന്ന ഒരു പേരുണ്ട്. there is a name given in the Bible. Dunamis. Can you say dunamis? Dunamis എന്നുള്ള പദം നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കാം. You may not heard the word dunamis. എന്നാൽ നിങ്ങൾ ചിലരും ഡൈനാമിറ്റ് എന്ന പദം കേട്ടിട്ടുണ്ട്. But you all may have heard the word dynamite. ഡൈനാമിറ്റ് എന്ന് പറഞ്ഞാൽ പാറകളെ പൊട്ടിക്കുന്ന വലിയ ശക്തി, വിസ്ഫോടനാത്മകമായ ശക്തി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ആ പദം വന്നത് ഈ ഡുനാമിസ് എന്ന പദത്തിൽ നിന്നാണ്. If you have heard the word dynamite, we use it to break big rocks, and from there the word dynamite was originally from the word dunamis. അപ്പോസ്തലപ്രവൃത്തി 1:8 നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ഡുനാമിസ് ലഭിക്കുമെന്ന് എഴുതി വെച്ചിരിക്കുന്നു. Acts chapter 1 verse 8, the verse that is written there is this, that when the Holy Spirit comes upon you, you shall receive power. The power is referred there as dunamis. ഈ ശക്തി നിങ്ങളുടെ മേൽ വന്നാൽ, when this power comes on you, ഒരിക്കൽ കൂടെ പറയാം, ആർക്കും നിന്റെ അതിരുകളെ നിശ്ചയിക്കാൻ പറ്റത്തില്ല. nobody can determine your boundaries. ഡുനാമിസ് എന്ന പദം, This word dunamis, ലൂക്കോസ് ആണ് കൂടുതൽ എഴുതിയത്. disciple Luke had written it so many times. ഒന്നാമത്തെ അധ്യായത്തിൽ പറയുക, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും. In the first chapter he says this word, the power of the most high God will come on you. ആ ശക്തിക്ക് അവിടെ കൊടുത്തിരിക്കുന്നത് ഡുനാമിസ് എന്ന പദമാണ്. The word power is referred there as dunamis. അത് പറഞ്ഞത് മറിയയോടാണ്. And this message was said to Mary. മറിയയുടെ മേൽ ആ ശക്തി വെളിപ്പെട്ടപ്പോൾ അസാധ്യങ്ങൾ സാധ്യമായി. When the power came on Mary, impossible became possible. ഒരു സഹോദരിയുടെ മേൽ ഈ ശക്തി വെളിപ്പെട്ടപ്പോൾ അവളുടെ മാനുഷികമായ ചിന്തകൾ കൊണ്ട് കഴിയാത്തത് കർത്താവ് സാധ്യമാക്കിയെങ്കിൽ ഇന്ന് പകൽ ചില സഹോദരിമാർ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ദൂത് അതുപോലെ പിടിക്കുന്ന ചില സഹോദരിമാർ, നിന്നെ കൊണ്ട് കഴിയാത്ത ചിലത് നിന്നെ കൊണ്ട് ചെയ്തെടുപ്പിക്കാൻ ആ ഡുനാമിസ് ഇന്ന് പകൽ നിന്റെ മേൽ വെളിപ്പെടുകയാണ്. When this power came on an ordinary woman, that which was impossible to ever happen became possible. Similarly, for some of the sisters here, this power will come on you and certain impossibilities will become possible for you. അടുത്തത് ഭയങ്കര ശക്തമായ ഒരു വാക്യമാണ്. Next, it's a very powerful verse there. ലൂക്കോസ് എഴുതുകയാണ്. Luke writes there. 4:14. It's the 4th chapter's 14th verse. അവൻ ആത്മാവിന്റെ ശക്തിയോടെ With the power of the Spirit, ഗലീലയിലേക്ക് പോയി. he returned to Galilee. അവൻ ഡുനാമിസിൽ അവൻ ഗലീലയിലേക്ക് പോയി. എന്നാ റിസൾട്ട്? ആ ഗലീലയുടെ മുഖഛായ അന്ന് തൊട്ട് മാറി. ഈ ശക്തിയോടെ നീ നിന്റെ ഗലീലയിലേക്ക് ഇന്ന് പകൽ മടങ്ങിപ്പോകുകയാണ്. നീ താമസിക്കുന്ന ദേശം, നീ പാർക്കുന്ന വീട്, നിന്റെ സാഹചര്യങ്ങളിലേക്ക് നീ പോകുന്നത് ഈ ഡുനാമിസോടെയാണ്. അവിടെ അത്ഭുതങ്ങൾ നടന്നു എന്ന് വചനം പറയുന്നു. He returned to Galilee with dunamis is what is written there, and from that day onwards the appearance of Galilee turned around completely. So if that is the case, when you all will return to your place with this dunamis, the things around you will completely turn around. യേശു ഗലീലയിലേക്ക് ചെന്നപ്പോൾ, when Jesus went to Galilee, ബൈബിൾ എഴുതി വെക്കുകയാണ്, Bible states there in this way, വലിയൊരു വെളിച്ചം ഉദിച്ചു. there was a great light that shone there. മരണത്തിന്റെ ദേശം വഴിമാറി. The land of death gave way to light. മരണ നിഴലിരുന്നവർ വിടുവിക്കപ്പെട്ടു. And those who were under the shadow of death, they were delivered. ആവർത്തിച്ച് നിന്റെ വീട്ടിനകത്ത് ഇന്നലകളിൽ വന്ന ശാപത്തെ ഇന്ന് പകൽ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന പകലാണ്. കാരണം നിന്റെ മേൽ ഡുനാമിസ് വെളിപ്പെടുമ്പോൾ നിന്റെ ഭവനത്തിന്റെ സ്ഥിതി മാറുകയാണ്. Time and again the curse that again and again brings failure and destruction in your family, it shall give way for light and deliverance when this dunamis comes on you. ബൈബിൾ പറയുന്നു, Bible says, യേശുവിന്റെ കൂടെ ഈ ശക്തി ഉണ്ടായിരുന്നു.
Jesus had dunamis with him സൗഖ്യമാക്കുവാൻ to heal. അവന്റെ കൂടെ ദൈവത്തിന്റെ ശക്തി ഉണ്ടായിരുന്നു. With him the power of God was present. ശക്തി എന്നുള്ളതിന് അവിടെ പറഞ്ഞിരിക്കുന്ന പദം ഡ്യുനാമിസ് ആണ്. The power there, it is referred as the word dunamis. ഒരു സന്തോഷ വാർത്ത. I have a good news for you all. ഈ ശക്തി നിന്റെ മേലുണ്ടെങ്കിൽ When this power is on you, നിന്റെ വീട് മാത്രമല്ല, not just your house, നിന്നിലൂടെ through you, മറ്റുള്ളവർ വിടുവിക്കപ്പെടാൻ പോകുക. many around you are going to be delivered also. നിനക്കൊരു സൗഖ്യം തരിക മാത്രമല്ല, Not just this will give you healing. ഇന്ന് തൊട്ട് നീ അനേകരെ സൗഖ്യമാക്കുന്നവരായി മാറാൻ From പോകുക. today onwards, you gonna heal many people.